ഹായ്, നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവരുടെ മുന്നിൽ നിങ്ങൾ കരയരുത്. ഈ ലോകത്തിലെ നിങ്ങളുടെ പരാജയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കപടലോകത്ത് ഒരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സത്യമാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടവരിലധികവും ആത്മാർത്ഥത കൂടിപ്പോയവരാണ്. അത് എന്തിലുമാകാം. സ്വന്തം കുടുംബത്തിൽ അധികവും മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ തലയിലായിരിക്കും മിക്ക ഭാരവും. കുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്ത് പരിപാടികളുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്കായിരിക്കും. എന്നിട്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞാലോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നോരോ പഴികളും കേൾക്കാം. അതുപോലെ ജോലിസ്ഥലങ്ങളിൽ ആത്മാർത്ഥത കൂടുതലുള്ളവർക്കാണ് കൂടുതൽ കംപ്ലയിൻസുകൾ കേൾക്കുന്നത്. അതുമല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിയുടെ മുന്നിൽ എത്ര ചെയ്തു കൊടുത്താലും കുറ്റങ്ങൾ തീരാത്ത അതുപോലത്തെ ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ശരി എന്തിലാണെങ്കിലും ഓക്കെ, ആത്മാർത്ഥത കൂടിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം കണ്ണീരോടെ പടിയിറങ്ങി വന്നവരാണ് പരാജിതർ. ഒന്നും ചോദിച്ചു വാങ്ങുന്നതിനല്ല, അറിഞ്ഞു നൽകുന്നതിനാണ് ഭംഗി. അത് പരിഗണനയായാലും സ്നേഹമായാലും. നിങ്ങൾ അന്ധമായിട്ട് എല്ലാം നിങ്ങളുടെ ആൾക്കാരാണെന്ന് കരുതി വിശ്വസിച്ച് പോന്നവരായിരിക്കാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ആരൊക്കെ എന്തൊക്കെ ആയിരുന്നെന്ന്. ഇവിടെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പെരുമാറാൻ പഠിക്കുക. ഇത്രയും വലിയ ലോകത്തിൽ നിന്നെ പടിയിറക്കപ്പെട്ടവർ മാത്രമല്ല ഉള്ളത്. കരുണയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു വലിയ ആൾക്കൂട്ടം ഇപ്പുറത്തുണ്ട്. നീ നിനക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, നിന്നെ വിശ്വസിക്കുക, നിന്നെ സ്നേഹിക്കുക. അതിലുപരി കണ്ണുകൊണ്ട് കാണുന്നതിലെ കാര്യങ്ങൾ തിരിച്ചറിയുക. അതായത് കണ്ണുകൊണ്ട് കാണുന്ന സത്യങ്ങളല്ല അതിൻ്റെ സത്യങ്ങൾ, അതിൻ്റെ ഉൾസത്യങ്ങൾ തിരിച്ചറിയുക. കാതുകൊണ്ട് കേട്ടതിൻ്റെ, മനസ്സുകൊണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഒക്കെ ഒരു മറുവശം ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാവുന്നതും കയറി വരാവുന്നതുമായ ഒരിടമാക്കി നിങ്ങളെ മാറ്റാതിരിക്കുക. സങ്കടങ്ങൾ പതിയെ സന്തോഷങ്ങളായി മാറട്ടെ. ബൈ മോട്ടിവേഷൻ മലയാളം.